അപ്പം മാമ്പഴം ഒരുപാട് പഴുത്ത് വീഴുന്ന സമയമാണ്. അപ്പോൾ ഇതുപയോഗിച്ചിട്ട് സ്ക്വാഷ് ഉണ്ടാക്കുക, മാങ്ങാത്തേര ഉണ്ടാക്കുക, മാങ്ങലവി ഉണ്ടാക്കുക, ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ പണി. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഓൾറെഡി ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിരുന്നു കോൺഫ്ലവർ ഇട്ടിട്ട്. ഞാൻ പറഞ്ഞല്ലോ അത് ഭയങ്കര സോഫ്റ്റായിന്ന്. അപ്പോൾ കുറച്ചും കൂടി ഹാർഡായിട്ടുള്ള മാംഗോ ഹൽവ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ ഞാൻ. കളറിന് വേണ്ടിയിട്ട് 2 ഡ്രോപ്പ് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മൾ ഇതിനകത്ത് കോൺഫ്ലവർ അല്ല നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഇപ്രാവശ്യം എടുത്തിരിക്കുന്നത് അരിപ്പൊടിയാണ് കേട്ടോ. അത് നമ്മൾ കുറച്ച് വെള്ളത്തിൽ കലക്കി ഒഴിച്ചു. ഇപ്പോൾ ഇതേ പാത്രം ഫുള്ളാണ്, അതുകൊണ്ട് ഇളക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നല്ല സൂക്ഷിച്ചിട്ട് വേണം ഇളക്കാനായിട്ട്. പക്ഷേ അടിയിൽ പിടിക്കണമെന്നില്ല. അല്പാൽപമായിട്ട് നമ്മൾ നെയ്യ് ചേർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ പാത്രത്തിൽ നിന്ന് ഏകദേശം വിട്ടൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇത് നിർത്തേണ്ട സമയമായി. അതിക്ക് മുമ്പ് ഞാൻ കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്തു. അതുപോലെ തന്നെ ബദാം പരിപ്പും കശുവണ്ടി പരിപ്പും അവിടെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും അതിനകത്ത് ഇട്ടു. നമ്മൾ വെള്ള എള്ള് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിലോട്ട് നമ്മളിത് പകർത്താണ് കേട്ടോ. മാങ്ങാത്തരി ആയാലും അലുവി ആയാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ഒരേപോലെ യൂണിഫോമായിട്ട് പരത്താനായിട്ട് സാധിക്കണം. ഇപ്പം ഞാനിവിടെ സ്പൂൺ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ചോറ് പാത്രത്തിൽ വെക്കുന്ന കുഞ്ഞു പാത്രം ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് പുരട്ടിയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് സ്പ്രെഡ് ചെയ്യാൻ ഞാൻ വളരെ എക്സ്പെർട്ടാണ്. പണ്ടേ ഇത് ചെയ്യാറുള്ളതാണ്. ഇത് ചെയ്താലാണ് എനിക്കൊരു ആശ്വാസമുള്ളത്. നല്ല ഭംഗിയിൽ പരത്തിയെടുത്തു കേട്ടോ. സാധാരണ രീതിയിൽ ഒരു 1-1.5 മണിക്കൂർ കഴിയുമ്പോഴേക്കും ചൂടൊക്കെ ആറി കഴിഞ്ഞ് നമുക്ക് മുറിക്കാം കേട്ടോ. പിന്നെ ഇപ്രാവശ്യം മുറിക്കാനായിട്ട് തിക്കും തിരക്കൊന്നും ഉണ്ടായില്ല, കാരണം സീക്കുട്ടി ക്ലാസ്സിൽ പോയിക്കായിരുന്നു. വന്നതിന് ശേഷമാണ് ഞാൻ ആ ട്രേന്ന് മാറ്റി മുറിച്ചത്. അപ്പോൾ മുറിച്ച് എല്ലാവർക്കൊക്കെ കൊടുത്തു. ബാക്കിയുള്ളത് അങ്ങനെ തന്നെ 2 പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ എന്തൊക്കെ ട്രൈ ചെയ്താലും ചക്കയുടെ പോലെ ഒരിക്കലും അത് മുറുകില്ല എന്നുള്ളത്. ചുരുക്കി പറഞ്ഞാൽ പണ്ടത്തെ ചങ്കരൻ തെങ്ങുമ്മ തന്നെ.